സ്നേഹമുള്ള മഹല്ലത്തിലെ കാരണമെന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, വിദ്യാർത്ഥികളെ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ലോകമെമ്പാടും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്തും സ്നേഹവും വെക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികൾ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ പല രീതിയിലായി കാണിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിന മാസം വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പള്ളികളും മദ്രസകളും മറ്റു സ്ഥാപനങ്ങളും പ്രത്യേകമായി ദീപാലങ്കാരങ്ങൾ കൊണ്ട് വർണ്ണമാക്കുകയും മറ്റു മാസങ്ങൾ വ്യത്യസ്തമായി ധാരാളമായി പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പാടി പറയുകയും മൗലിദ് സദസ്സുകളിൽ നമ്മൾ വ്യാപകമായി പങ്കെടുക്കുകയും തുടങ്ങി. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ ഒരു ഹുബ്ബിനെ, തങ്ങളോടുള്ള ഇഷ്ടത്തിനെ നമ്മൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങളോടുള്ള ഹുബ്ബ് വെക്കുന്നത്, തങ്ങളെ ഇഷ്ടപ്പെടുന്നത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കുന്നത്, അവിടത്തോട് മഹബ്ബത്ത് വെക്കുന്നതൊക്കെ ഈമാനാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വിശ്വാസം അള്ളാഹുവിന്റെ അടുക്കൽ അഡ്രസ് ചെയ്യണമെങ്കിൽ, ഒരു മുഅ്മിനാണെന്ന്, യഥാർത്ഥ വിശ്വാസിയാണെന്ന് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ടേ മതിയാകും. സ്നേഹിക്കപ്പെടേണ്ടവർ ആരൊക്കെയുണ്ടോ അതിനേക്കാൾ അപ്പുറം, അത് മാതാവായാലും പിതാവായാലും ഭാര്യയായാലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്നേഹജനങ്ങളെക്കാൾ അപ്പുറം ഹബീബായ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മനസ്സാകത്ത് ആ ഒരു ഹുബ്ബ് വരണം. അപ്പോഴാണ് ഈമാൻ കാമിലാകുന്നതെന്ന് പരിശുദ്ധ റസൂൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ മഹബ്ബത്ത് പ്രകടിപ്പിക്കാൻ, പരിശുദ്ധ റസൂലിനോടുള്ള സ്നേഹം കാണിക്കാൻ, അതിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു പരിധി വെച്ചിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന്, കാരണം പ്രേമമെന്ന് പറയുന്നത് സ്നേഹത്തിനപ്പുറം പ്രേമവും പ്രണയവുമായി മാറുമ്പോൾ അതിന്റെ പ്രകടനങ്ങൾക്ക് രൂപങ്ങളില്ല. നമ്മൾ പറയാറുണ്ട് പ്രേമത്തിന് കണ്ണും മൂക്കില്ല. അത് കൃത്യമാണ്. കാരണം പ്രേമമെന്ന് പറയുന്നത് അത് ഹൃദയത്തിന്റെ വികാരമാണ്. ഒരു വ്യക്തിയോട് സ്നേഹമുണ്ടായി കഴിഞ്ഞാൽ, പ്രേമമുണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് വേർപെടുത്താൻ പറ്റാത്ത വിധം അതിൽ കൊണ്ടുപോകുന്നത് അത് ഹൃദയത്തിന്റെ വികാരമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മാതാവിനെ, നൊന്തുവെച്ച പ്രിയപ്പെട്ട ഉമ്മയെയും പ്രിയപ്പെട്ട കഷ്ടപ്പെട്ട് വളർത്തിയ പിതാവിനെയൊക്കെ ഏതൊക്കെയോ ഒരു ചെറുപ്പക്കാരന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ മാറ്റി നിർത്തുന്നത്. എന്തിനപ്പുറം ജനിച്ചു വളർന്ന അള്ളാഹുവിൽ ജന്മം നൽകിയ പരിശുദ്ധനായ അള്ളാഹുവിനെ പോലും ധിക്കരിച്ച് മറ്റുള്ളവരുടെ കൂടെ പോകുന്ന വിധം ഇതൊക്കെ സംഭവിക്കുന്നത്. ഞാൻ അതിനെ ന്യായീകരിക്കില്ല. അതൊക്കെ ഈ ഒരു പ്രണയത്തിന്റെ, പ്രേമത്തിന്റെ വികാരമാണ്. അത് ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ അതിന് നിയന്ത്രണം വെക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പണ്ഡിതന്മാർ നേരത്തെ തന്നെ പറഞ്ഞു വരുന്നത്, അത്തരം പ്രേമബന്ധങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പോവാതിരിക്കാൻ ഹൃദയത്തിന്റെ കൊട്ടാരത്തിൽ പ്രിയപ്പെട്ട പിതാവിനും മാതാവിനും മക്കളുടെ മനസ്സാന്തരത്തിൽ രാജകുമാരിയായി രാജകുമാരനായി വാഴാൻ നമ്മൾ അവസരം കൊടുക്കണം. ആ ഹൃദയത്തിൽ നമ്മൾ കയറിയിരിക്കുമ്പോൾ അവിടെ പിന്നെ മറ്റൊരാളും വരികയില്ലെന്ന് അതിന്റെ മനഃശാസ്ത്രം പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ, അവിടുത്തോടുള്ള ഇഷ്ടത്തിന്റെ പ്രകടനങ്ങൾ അതിന് രൂപങ്ങളില്ല. കൃത്യമായി അല്ലാഹു തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിന്റെ ഭാവങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. അത് ഏത് രീതിയിലും ആവാം. ചില ആളുകൾക്ക് ചില രൂപത്തിലാണെങ്കിൽ മറ്റു ചില രീതിയിലായിരിക്കും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പ്രവാചക പ്രേമത്തിന്റെ ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മുമ്പിൽ വെക്കാൻ സിദ്ദീഖ് തങ്ങളെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബിലൂടെ, അവിടുത്തോടുള്ള പ്രണയത്തിലൂടെ, സ്നേഹത്തിലൂടെ ഈമാനിന്റെ മാറ്റുകൂട്ടിയവരാണ്. മദീനയിലേക്കുള്ള ഹിജ്റ യാത്രയിൽ ചരിത്രം വളരെ കൃത്യമായി ഓർത്തെടുക്കുന്നുണ്ട്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ തൗർ പർവ്വതത്തിൽ ഏകദേശം 3 മണിക്കൂറുകളോളം സമയം ചെലവഴിച്ച് കയറി പോകുന്ന തൗർ പർവ്വതത്തിന്റെ ഗുഹയിൽ രണ്ടാളും കയറിയത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കയ്യിൽ കരുതിയ തുണിയുമായിട്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയിൽ പ്രവേശിച്ചു. അതിന്റെ അപകടകരമായ ദ്വാരങ്ങളെ മുഴുവൻ അടച്ചു വെച്ചു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു. അവസാനമായി കയ്യിൽ കരുതിയ മുഴുവൻ തുണിയുടെ കഷ്ണങ്ങളും കഴിഞ്ഞപ്പോൾ
അവസാനമായി ഒരു ദ്വാരം മാത്രം അവശേഷിച്ചപ്പോ തന്റെ കാലിന്റെ പെരുവിരൽ അതിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് അതിന്റെ ഉള്ളിലൂടെ എന്തെങ്കിലും ക്ഷുദ്രജീവികളോ വിഷസർപ്പങ്ങളോ വരാതിരിക്കാൻ, എന്റെ ഹബീബിന് പ്രയാസമുണ്ടാവാതിരിക്കാൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ച ജാഗ്രത ചരിത്രം പറയുന്നുണ്ട്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ തലവെച്ച് കിടന്നു. തൗർ പർവ്വതം പറയുമ്പോൾ മദീനയിലേക്ക് പോയപ്പോൾ, മക്കയിലേക്ക് പോയപ്പോൾ അറിയാം അതിന്റെ ഭീകരതയും അതിന്റെ പ്രയാസവും. അതൊക്കെ താണ്ടി കടന്നു വന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ കിടന്നപ്പോ അറിയാതെ ഉറങ്ങിപ്പോയി. ആ സമയം സിദ്ദീഖ് തങ്ങളുടെ കാലിൽ അരുഗ്ര വിഷമുള്ള സർപ്പം കടിച്ച ചരിത്രം പറയുന്നത്. കഷ്ടപ്പെടുന്ന അതിശക്തമായ വേദനയിൽ ഓരോ സെക്കൻഡിലും ശരീരത്തിലേക്ക് വിഷം കടന്നു വരുമ്പോഴും എന്റെ മടിയിൽ തലവെച്ച് തുടങ്ങുമെന്ന പരിശുദ്ധ റസൂലിന് ഒരു പ്രയാസം ഉണ്ടാവരുതെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആ മഹാനായ സിദ്ദീഖ് തങ്ങൾ അവിടെ അനങ്ങാതിരിക്കാൻ, തങ്ങളുടെ മുഖത്തേക്ക് ഉറ്റി വീഴുന്ന ഒരു കണ്ണുനീർത്തുള്ളിയിൽ നിന്ന് മഹാനായ സിദ്ദീഖ് നമ്മളോട് ചോദിക്കുന്നത് എന്ത് സംഭവിച്ചു? പറഞ്ഞത് തന്റെ ജീവൻ അപകടത്തിൽ പെടുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും എന്റെ ഹബീബിന്റെ ഉറപ്പ് നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു പ്രേമത്തിന്റെ പ്രകടനം. അത് അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ ആരുടെ ചോദിച്ച കാര്യമില്ല, അത് പ്രേമത്തിന്റെ പ്രകടനമാണ്. അതിൽ നമുക്ക് അളവ് നിശ്ചയിക്കാൻ കഴിയുന്നത്. ഓരോരുത്തരുടെയും രൂപങ്ങൾ വ്യത്യാസം ഉണ്ടാവാം. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ തലയെടുക്കാൻ വാളൂരി പുറപ്പെട്ട ആളാണ്. ചരിത്രത്തിൽ ആ മഹാൻ മറ്റൊരു സമയം കൂടി വാളൂരിയിട്ടുണ്ട്. ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടത് മഹാനായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയത്ത്, ആ വിവരം അറിഞ്ഞ സമയത്ത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ വാളൊരിക്കൽ കൂടി ഊരിയിട്ടുണ്ട്. എന്റെ പ്രവാചകൻ മരണപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ ഈ വാൾ കൊണ്ടെടുക്കുമെന്ന് പറഞ്ഞ് ഒരു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചു മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. കാരണം അത്രത്തോളം ഹൃദയാന്തരത്തിൽ കൊണ്ടു നടന്ന ആ പ്രവാചകൻ മരിക്കുമെന്ന് വഫാത്താകുമെന്ന് ഉൾക്കൊള്ളാൻ പോലുമുള്ള മനസ്സുണ്ടായിരുന്നില്ല. അത്രയും ഹൃദയാന്തരത്തിൽ ഗാഢമായ പ്രേമബന്ധം സൗമ്യനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളെ തോളിൽ പിടിച്ചിട്ട് ഒഴിച്ചു കൊണ്ടുപോയിട്ട് പരിശുദ്ധ ഖുർആനിൽ ആയത്ത് ഓതി കൊടുക്കുന്നുണ്ട്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണ്. മുൻകാലകാലത്ത് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അവർ ജീവിച്ചിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട്. അതുപോലെ ഈ പ്രവാചകനും മരിക്കുമെന്ന ആയത്ത്, വഫാത്താകുമെന്ന ആയത്ത് ഓതി കൊടുത്തപ്പോ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് ശാന്തനായി സങ്കടപ്പെട്ടൊരു മൂലയിൽ ഇരുന്നുവെന്നാണ്. അവിടെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് അംഗീകരിക്കാനുള്ള ആ ഒരു പ്രയാസം, അത് ചരിത്രകാരന്മാർ രേഖപ്പെടുന്നത് പ്രവാചക പ്രേമത്തിന്റെ ഉദാഹരണമാണ്. അറിയാം നമുക്ക് അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ ഒരുപക്ഷെ നമ്മളെ കാര്യം കേൾക്കുന്നവരുണ്ടാകാം. മഹാനായ അബൂബക്കർ ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. പ്രവാചക പ്രേമികളുടെ ഹൃദയാന്തരത്തിൽ ആവേശം കൊള്ളിക്കുന്നു. വിശ്വാസികളുടെ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അത്ഭുതപ്പെടുത്തുന്ന വല്ലാത്തൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഖുദ് ബസരി ഹത്താ ലാ അറാ അഹദൻ ബഅദ ഹബീബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു തന്റെ ഈ കപ്പലത്തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മകൻ വന്ന് പറയുന്നത്, പിതാവേ, ഹബീബായ റസൂലുള്ളാഹി വഫാത്തായി. എന്താണ് ഈ പറഞ്ഞത്? ഒന്നുകൂടി. അതെ, സത്യമാണ്. തന്റെ കയ്യിലുള്ള പണിയായുധം നിരച്ചു വെച്ചിട്ട് രണ്ട് കരങ്ങളും ആകാശലോകത്തേക്ക് ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്തിന്റെ ഹൃദയാന്തരത്തിൽ നിന്ന് വന്ന ആ ഒരു സങ്കടത്തിൽ നിന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തത്, അല്ലാഹുമ്മ ഖുദ് ബസരി, പടച്ചവനെ എന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ചയും നീ എടുത്തു കളയണമേ തമ്പുരാൻ. ഹത്താ ലാ അറാ അഹദൻ ബഅദ ഹബീബി റസൂലില്ലാഹി. ആത്മാർത്ഥമായിട്ട് വായിക്കുമ്പോൾ നമ്മളെ കണ്ണിൽ നിന്ന് കണ്ണുനീർ അറിയാതെ വന്നുപോകും. പടച്ചവനെ ഈ മദീന കാണണ്ട, എന്റെ ഹബീബിന്റെ ശേഷം എന്റെ ഹബീബില്ലാത്ത മുത്ത് റസൂലില്ലാത്ത മദീന എനിക്ക് കാണണ്ട, എന്റെ ഭാര്യയെ കാണണ്ട, എന്റെ മക്കളെ കാണണ്ട. ഹത്താ ലാ അറാ അഹദൻ ബഅദ ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഹബീബില്ലാത്ത ഒന്നും എനിക്ക് കാണണ്ട. അതുകൊണ്ട് എന്റെ കണ്ണിന്റെ രണ്ട് കാഴ്ചകൾ, കണ്ണിന്റെയും കാഴ്ചകളെ എടുത്തു കളയണമേ പടച്ചവനെ ദുആ ചെയ്തു. ചരിത്രം പറയുന്നുണ്ട്, ആ ഹൃദയാന്തരത്തിൽ നിന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥന പടച്ചവൻ സ്വീകരിച്ചില്ല. രണ്ട് കണ്ണിന്റെയും നന്നായി നഷ്ടപ്പെട്ടു. ഇതിങ്ങനെ ദുആ ചെയ്യാൻ പറ്റുമോ?
അതിന് വിധങ്ങൾ പറഞ്ഞു ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അത് മഹബ്ബത്തിന്റെ പ്രകടനമാണ്. എന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ പ്രേമത്തിന്റെ, പരിശുദ്ധ റസൂലിനോടുള്ള അടങ്ങാത്ത ആ ഒരു പ്രേമത്തിൽ നിന്ന് വന്ന പ്രാർത്ഥനയാണ്. ഹബീബില്ലാത്ത നാടിനിക്ക് കാണണ്ട. അല്ലാഹു തആല ദുആ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ വലിയ തെളിവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുത്ത റസൂലിനോടുള്ള പ്രേമത്തിന്റെ, സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ ഏത് രീതിയിലാവണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം അവിടെ നിന്ന് ഇമാമത്തിൽ നിന്ന് മിഹ്റാബ് കാണുമ്പോൾ, അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്ന വഴികൾ കാണുമ്പോൾ മഹാന്മാരായ സ്വഹാബികൾ പലപ്പോഴും കണ്ണുനീരൊലിക്കാറുണ്ടായിരുന്നു. എന്നാൽ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ലോകചരിത്രത്തിൽ ഇങ്ങനെ തുല്യതയില്ലാത്ത ഒരു കഷ്ടപ്പാടിന്റെ, പ്രതിസന്ധിയുടെ സുഡാനിയായതുകൊണ്ട്, ഈ കറുത്ത വർഗത്തിൽപ്പെട്ടവനായതുകൊണ്ട് അടിമത്തത്തിന്റെ കഷ്ടപ്പാടുകൾ മുഴുവൻ അനുഭവിച്ച് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു മനുഷ്യന്റെ പരിഗണന കൊടുത്തത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മദീന പള്ളിയിൽ ആ കറുത്ത വർഗക്കാരനായ സുഡാനിയായ ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത സ്ഥാനമാണ് മദീന പള്ളിയിലെ മുഅദ്ദിനു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദിനായി, മദീന പള്ളിയിലെ ഉന്നത ഉദ്യോഗസ്ഥനായി ആരാരും പരിഗണിക്കാത്ത ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് അല്ലാഹുവിന്റെ റസൂലുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്തിന്റെ പ്രകടനം പിന്നെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ സമയത്ത് മദീന വിട്ട് ഓടിപ്പോയി എന്നാണ്. വർഷങ്ങളോളം പരിശുദ്ധ റസൂലില്ലാത്ത മദീന കാണാൻ കഴിയൂല. ആ പള്ളിയിൽ പരിശുദ്ധ പ്രവാചകന്റെ ഓർമ്മകൾ തിങ്ങി നിൽക്കുന്ന ആ പള്ളിയുടെ അകത്തളം കാണാൻ കഴിയൂല. തങ്ങളുടെ ആ പള്ളിയിൽ തങ്ങളില്ലാതെ ബാങ്ക് കൊടുക്കാൻ കഴിയൂല. അങ്ങനെ രാജ്യം വിട്ടു പോയി എന്നാണ്. വർഷങ്ങൾക്ക് ശേഷം പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്ന് ചോദിക്കുന്നുണ്ട്, യാ ബിലാൽ, എന്തൊരു പിണക്കമാണ്, ഈ മദീനയിലേക്ക് ഒന്ന് വരാൻ തീരുമാനമില്ലേ? സ്വപ്നം കണ്ട സമയത്ത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ പരിശുദ്ധ റസൂലിനെ സിയാറത്ത് ചെയ്യാൻ വന്നുവെന്നാണ് ചരിത്രം. കൃത്യമാണ്, സ്വീകാര്യോഗ്യമായ ചരിത്രമാണ് ഈ പറയുന്നത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരിക്കൽ പോലും മദീന പള്ളിയുടെ പരിസരത്ത്, മദീനയുടെ മണ്ണിൽ ചെരുപ്പിട്ട് ചവിട്ടിയില്ല. എത്ര കഷ്ടപ്പാടുന്ന ചൂടാണെങ്കിൽ പോലും മദീന പള്ളിയിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും പുണ്യ റസൂലിന്റെ മദീനയിൽ ചെരുപ്പിട്ട് ചവിട്ടിയിട്ടില്ല മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു. ചോദിച്ചു പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുതിരയെ കൊണ്ട് ഈ മണ്ണിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ മണ്ണിലൂടെ ചെരുപ്പിട്ട് നടക്കാൻ എനിക്ക് സാധ്യമല്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയാന്തരത്തിൽ സ്നേഹിച്ച മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. ഇതൊക്കെ പറഞ്ഞത് സ്നേഹമുണ്ടാകുന്നു, പ്രേമമുണ്ടാകുന്നു. അത് പല രീതിയിലായിരിക്കും. ചില ആളുകൾക്ക് പരിശുദ്ധ റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് പേര് പറയാൻ സാധിക്കൂല. മുഹമ്മദ് എന്ന് പറയാം, മറ്റു പല പേരുകളും ഹബീബ് എന്നോ അതല്ലെങ്കിൽ റസൂൽ എന്നോ പറയുമ്പോൾ ചില ആളുകൾക്ക് ആ പ്രേമത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് ഇങ്ങനെ വ്യാപകമായി ഉച്ചരിച്ചുകൊണ്ടേയിരിക്കലാണ് സ്നേഹം. ഇതൊക്കെ പറഞ്ഞത് ഈ പ്രേമത്തിന്റെ പ്രകടനങ്ങൾ പല രീതിയിലാണ്. അതൊരാൾക്കും വളർന്ന് തിട്ടപ്പെടുത്താനോ അതിലൊരു പരിധി നിശ്ചയിക്കാനോ സാധ്യമല്ല. പരിശുദ്ധമായ ഈ അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ പ്രവാചക പ്രേമത്തിന്റെ പ്രകടനങ്ങൾക്ക് ഫിഖഹിന്റെ മറുപടി അത് പറയേണ്ടത് ഫിഖഹാണ്, വിശ്വാസിയുടെ കർമ്മങ്ങളാണ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അതിന് പറയുന്നത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഏത് രീതിയിലും ആവണം. നമ്മൾ ജാഥ പോകുന്നു, വിവിധ കാര്യങ്ങൾ നടത്തുന്നു, ആ ദിവസം നമ്മൾ മധുരം കൊടുക്കുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണെങ്കിൽ, സ്നേഹമാണെങ്കിൽ എല്ലാം പ്രതിഫലമാണ്. എനിക്കറിയാം, പല നാടുകളിലും എണീറ്റ് നടക്കാൻ പോലും പ്രയാസപ്പെടുന്ന അതിശക്തമായ കാൽമുട്ടുവേദനയും കഷ്ടപ്പാടുകളും പ്രയാസമുള്ള വൃദ്ധന്മാര് പോലും വടിയും കുത്തിപ്പിടിച്ച് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മൗലിദിന്റെ റാലിയിൽ പങ്കെടുക്കുന്നത് അവരെ വീട്ടിലൊന്നും ഈ മധുരം കിട്ടാത്തതല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് മുത്തുനബിയോടുള്ള ആ ഒരു പ്രേമത്തിന്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു റോൾ മോഡൽ ഉണ്ട്. ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്റെ ആഗമനം കൊണ്ട് സന്തോഷിച്ചിട്ടുണ്ട്. മിഫ്താഹുൽ അജായിബ് എന്ന പരിശുദ്ധ ഖുർആൻ ശരീഫിൽ മഹാത്ഭുതങ്ങൾ പറയാൻ വേണ്ടി അല്ലാഹു തആല പറയുന്ന ഒരു വാക്കുണ്ട്, സുബ്ഹാൻ. സുബ്ഹാൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയുന്നതെല്ലാം മഹാത്ഭുതങ്ങളാണ്, സാധാരണ സംഭവങ്ങളില്ല. അങ്ങനെ പരിശുദ്ധ ഖുർആൻ പറയുന്ന സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം
ഇലൽ മസ്ജിദിൽ അഖ്സ, രാത്രിയിലെ ചുരുങ്ങിയ സമയം കൊണ്ട് മസ്ജിദുൽ അഖ്സയിലേക്ക്, പരിശുദ്ധ മക്കയിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അള്ളാഹുവിന്റെ ആകാശ ലോകത്തേക്കും സ്വർഗവും നരകവും കണ്ട് തിരിച്ചു വന്ന രാത്രിയിലെ ചുരുങ്ങിയ സമയം കൊണ്ട് തിരിച്ചു വന്ന വല്ലാത്ത അത്ഭുതകരമായ യാത്ര. അത് സ്വപ്നമല്ല. ആണെങ്കിൽ സുബ്ഹാനല്ലാഹ് വാക്ക് അല്ലാഹു തആല പറയേണ്ട ആവശ്യമില്ല. ആ യാത്ര കഴിഞ്ഞു വന്ന് അവിടുന്ന് അനുഭവങ്ങൾ പറയുന്നിടത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. ഈ ഹദീസ് മഹാനായ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, പരിശുദ്ധമായ ഖുർആനിൽ തന്നെ സൂറത്തുൽ നജ്ം എന്ന് പറയുന്ന ഒരു സൂറത്ത് തുടങ്ങുന്നത് തന്നെ പരിശുദ്ധ റസൂലിന്റെ ഈ അത്ഭുതകരമായ യാത്ര എന്ന് പറയുന്ന അതിൽ പരിശുദ്ധമായ ആയത്തുണ്ട്. പരിശുദ്ധ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ആ ആകാശ ആരോഹണത്തിൽ ആകാശത്തിന്റെ ആകാശലോകത്തേക്ക് വരുമ്പോ സിദ്റത്തുൽ മുൻതഹായും ആകാശലോകങ്ങളും പ്രത്യേകമായ ദീപാലങ്കൃതമായി അല്ലാഹുവിന്റെ റസൂലിന്റെ വരവിന് വേണ്ടി പ്രത്യേകമായി ഒരുക്കി വെച്ചിരുന്നു, പ്രത്യേകമായി ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു എന്ന് പരിശുദ്ധമായ ഈ ആയത്തിനെ എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ച് മഹാന്മാർ പറയുന്നു. പുണ്യ റസൂലിന്റെ ഹദീസാണ്. അപ്പൊ നമ്മൾ ലൈറ്റ് കത്തിക്കുമ്പോ അലങ്കരിക്കുമ്പോ അതിലൊന്നും നമുക്ക് സങ്കടപ്പെടേണ്ട. കാരണം കാണിക്കുന്നത് പരിശുദ്ധനായ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ആകാശ ലോകത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് സാധാരണ ഇല്ലാത്ത വിധം ആകാശ ലോകങ്ങളും സ്വർഗ നരകങ്ങളും അതിന്റെ പരിസരങ്ങളും സിദ്റത്തുൽ മുൻതഹയൊക്കെ പ്രത്യേകമായി അലങ്കരിക്കപ്പെട്ടിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹബീബിന് വേണ്ടി ഞാൻ അവസാനിപ്പിക്കാം. മുത്ത റസൂലിന് വേണ്ടി തങ്ങളോടുള്ള ആ വല്ലാത്ത പ്രേമം, അല്ലാഹുവും ഹബീബായ റസൂലും തമ്മിലുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها. പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സമയത്ത് 16 മാസക്കാലത്തോളം പരിശുദ്ധമായ കഅബ ശരീഫ് എന്ന നമ്മുടെ ഹൃദയത്തിലെ വികാരമായ ആ മക്കയിലെ തലയുയർത്തി നിൽക്കുന്ന ആ അത്ഭുതകരമായ പരിശുദ്ധമായ കഅബ ശരീഫ് എന്ന ഖിബലയിൽ നിന്ന് മാറി ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് 16 മാസം തിരിഞ്ഞു നിസ്കരിച്ചിട്ടുണ്ട് മുസ്ലിം സഹോദരൻ. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ അപ്പോഴും കഅബയെ വിടാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. അല്ലാഹു പറഞ്ഞാൽ അനുസരിക്കുകയല്ലാതെ. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയാണ് പലസ്വരപ്പ് പറയുന്നത്. തങ്ങളെ അങ്ങയുടെ ഹൃദയം ഈ ആകാശ ലോകത്തേക്ക് തങ്ങൾ കണ്ണും നട്ടു നോക്കിയിരിക്കുന്നത് പരിശുദ്ധമായ കഅബ ശരീഫിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിക്കണമെന്ന ആ ഒരു കൽപ്പനയും പ്രതീക്ഷ നിൽക്കുന്ന തങ്ങളുടെ ഹൃദയം ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളെ അങ്ങ് ഇഷ്ടപ്പെടുന്ന തങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖിബലയിലേക്ക് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു അതങ്ങനെ കൊടുക്കുന്നു എന്ന് കൃത്യമായി ഖുർആൻ പറഞ്ഞു. ഇത് പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലുണ്ട്. അതുകൊണ്ട് മുത്തനബിയെ തങ്ങളെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഇഷ്ടത്തിന്റെ പ്രകടനങ്ങൾ ഇസ്ലാമിക നിയമങ്ങളായിട്ട് അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രകടനങ്ങൾ ഈ വർഷം അല്ലാഹുവിന്റെ റസൂലിന്റെ ഓരോ വർഷത്തെ അവിടുത്തെ ഹബീബിന്റെ ജന്മദിനങ്ങളും മുസ്ലിം ലോകം ആഘോഷിക്കുന്നുവെങ്കിൽ അതൊക്കെ കൃത്യമായ രേഖയും തെളിവും അതിനൊക്കെ ഈമാനികമായ മാറ്റുകൂട്ടുന്നതുമാണ്. സാധ്യമാവുന്നവർക്ക് അതിൽ പങ്കെടുക്കണം. കാരണം ഓരോ സദസ്സിലും മൗലിദിന്റെ ഓരോ സദസ്സിലും നമ്മൾ പങ്കെടുത്ത് തിരിഞ്ഞു പോകുന്നത് ഈമാനിൽ വർധനവുണ്ടായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ.